السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله، أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാന പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, ആലിമീങ്ങളെ, വെമ്പായം ഉസ്താദിൻ്റെ ശിഷ്യന്മാരെ, അഭ്യുദയകാംക്ഷികളെ, വെമ്പായം ഉസ്താദിൻ്റെ അനുസ്മരണം നാസറുദ്ദീൻ ഫൈസി അവർകൾ, അൽ ഉസ്താദ് അവർകൾ, മഹാനുഭാവന്റെ 4ാമത്തെ ആണ്ട് റബീഉൽ അവ്വൽ 1-നാണ്. 4 വർഷം പോയതറിഞ്ഞില്ലെങ്കിലും മഹാനുഭാവന്റെ നോട്ടവും സ്നേഹവും ആ ഒരു ശ്രദ്ധയും വഫാത്തിന് ശേഷവും നമുക്കുണ്ട് എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഞാനും ഉസ്താദും തമ്മിൽ വളരെ അടുപ്പമായിരുന്നു. ഒരു 35 വർഷം മുമ്പ് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ ഒരു റൂമിൽ 1 വർഷം ഒന്നിച്ചു ജീവിച്ചു, വളരെ അടുത്ത് സഹകരിച്ചു. വിദ്യാർത്ഥി ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ, വിസ്മരിക്കാൻ കഴിയാത്തൊരു വർഷമായിരുന്നു അത് എന്ന് ഞാൻ ഓർക്കുന്നു. നാമും അദ്ദേഹവുമായി വളരെ വ്യത്യാസമുണ്ട്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് വെമ്പായം ഉസ്താദിന്റെ ഇഖ്ലാസ്, അതിനോട് കിടപിടിക്കാൻ പ്രയാസമാണ് മറ്റൊരു ഇഖ്ലാസിൽ. ഒരു കലർപ്പുമില്ലാത്ത ഒരു ശുദ്ധ ഹൃദയനായിരുന്നു. ആരോടും എന്തെങ്കിലും ഒരു വൈരാഗ്യമോ അത് വച്ചുള്ള പ്രവർത്തനമോ സംസാരത്തിൽ എന്തെങ്കിലും കുത്തുവാക്കുകൾ ഉപയോഗിച്ചുള്ള സംസാരമോ ഒന്നുമില്ല. ആ സാധുവായ മനുഷ്യൻ വളരെ ശ്രദ്ധയോടെ പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന നമ്മേക്കാൾ കിതാബുകൾ നോക്കുമ്പോൾ മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ അത് മാത്രം, വേറൊന്നും അവിടെ എന്ത് നടന്നാലും അറിയില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകത അതെല്ലാവർക്കും ഉള്ളതല്ലല്ലോ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. കിതാബ് നോക്കിയാലും ദിക്ർ ചൊല്ലിയാലും അതും വിട്ട് മറ്റൊരു ശ്രദ്ധയില്ല. മറ്റൊന്നും അവിടെ നടക്കുന്നൊന്നും അറിയുകയുമില്ല. അതൊരു പ്രത്യേക സ്വഭാവത്തിൽപ്പെട്ടതാണ്. അപ്പോ സംസാരിക്കാൻ കൂടുതലുണ്ട് എങ്കിൽ പോലും മൂപ്പരുടെ സ്നേഹം മറക്കാൻ കഴിയാത്തതാണ്. അതിനെക്കുറിച്ച് ഒറ്റ വാക്ക് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അദ്ദേഹത്തെ പോലെ നമുക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാൻ കഴിയില്ല. വെമ്പായം നാസറുദ്ദീൻ ഉസ്താദ് അവരാരെങ്കിലും സ്നേഹിച്ചാൽ നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ്. ഒന്നും എങ്ങോട്ടും ശ്രദ്ധയില്ല. അൽ ഹുബ്ബു
ലില്ല, റബ്ബിന് വേണ്ടിയുള്ള സ്നേഹം എന്ന് പറയാം. അദ്ദേഹം നമ്മെ സ്നേഹിച്ചാൽ സ്നേഹിച്ചത് തന്നെ. പക്ഷെ നമുക്ക് അതുപോലെ തിരിച്ചു സ്നേഹിക്കാൻ കഴിയും. സ്നേഹിക്കാം, പക്ഷെ അത്രത്തോളം സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങ് വളരെ അടുത്തൊരു സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നു. പലപ്പോഴും പല ആവശ്യത്തിനും മഹാനവറുകൾ വിളിക്കുമായിരുന്നു. സൂഫി വര്യന്മാരോട് വളരെയധികം സ്നേഹവും. അങ്ങനെയാണ് മാമ ഹാജിയാർ ഉസ്താദിലേക്ക് ചെന്നെത്തുന്നത്. അതിന്റെ പശ്ചാത്തലമൊന്നും വിശദീകരിക്കുന്നില്ല. മഹാനവറുകൾ എൻ്റെയും മദ്രസയിൽ പഠിപ്പിച്ച ഗുരുവാണ്, മറ്റു പല നിലയ്ക്കും ഗുരുവാണ്. പല ഹൈറായ കാര്യങ്ങളും അധികാരികളും എനിക്ക് തന്നിട്ടുണ്ട്. എങ്കിൽ പോലും മഹാനുഭാവനുമായുള്ള സഹകരണത്തിന്റെ പല ഭാഗങ്ങളും കാണുമ്പോഴൊക്കെ എന്നോട് പറയാറുണ്ട്, ഞാനൊരു സ്വപ്നം കണ്ടു, ഇന്നതുപോലെ കണ്ടു. ഒരു പ്രാവശ്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ഞാനൊരു സ്വപ്നം കണ്ടു മുഹമ്മദ് മുസ്ലിരെ, റൗള ശരീഫ് സിയാറത്ത് ചെയ്തിട്ട് ഇനി ഇറങ്ങിയപ്പോ അതിന്റെ നടയിൽ ഹാജിയാർ ഉസ്താദിന്റെ ഖബർ. അവിടെ റൗള ഷരീഫിന്റെ അവിടെ റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ആ നടയിൽ ഹാജിയാർ ഉസ്താദിന്റെ ഖബർ. അവിടെ ആ ഒരു ശ്രദ്ധ മനസ്സിലാക്കി. ഇഷ്കും റസൂലുള്ളാഹിയോടുള്ള ഇഷ്ക് എത്രയായിരുന്നു എന്ന്. ഹാജിയാർ ഉസ്താദ് ഒരു രഹസ്യ സ്വഭാവത്തിൽ നീങ്ങുന്ന ഒരു സൂഫി വര്യനായിരുന്നു. സ്വന്തം കാര്യങ്ങൾ ആരിലേക്കും അറിയിക്കാതെ പ്രത്യക്ഷത്തിൽ ഒരു വലിയാണെന്നുള്ള കാര്യം പ്രദർശിപ്പിക്കാതെ ജീവിക്കുന്ന ഒരു പ്രകൃതിയായിരുന്നു. ആർക്കും മൂപ്പർക്കൊന്നും അറിഞ്ഞൂടാത്തത് കണക്ക് അറിഞ്ഞൂടാ മാതിരിയുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എല്ലാം മറയ്ക്കുകയായിരുന്നു. ധാരാളം ശിഷ്യന്മാരും ശിഷ്യഗണങ്ങളും മുരീദന്മാരും ഒക്കെ ഉള്ളത് വഫാത്തിന് ശേഷമാണ് എല്ലാവർക്കും അത് മനസ്സിലായത്. അപ്പോൾ വെമ്പായത്തിനോട് ഞാൻ ഇടയ്ക്ക് വെമ്പായ ഉസ്താദിനോട് ചോദിക്കും, നിങ്ങൾക്ക് ത്വരീഖത്തൊക്കെ കിട്ടിയ ഉസ്താദ് തന്നു? അപ്പോൾ പറയും, എൻ്റെ അടുത്ത് ഉസ്താദ് പറഞ്ഞു, ഇടാ നീ ആരെയൊന്നും ത്വരീഖത്തൊന്നും വാങ്ങണ്ട, നീ ആരോടും ചോദിക്കുകയും വേണ്ട, ഖളായിപ്പെട്ടവർ ഖളായിപ്പെട്ട സമയത്ത് അത് നിനക്ക് തരും. ചിലപ്പോൾ അത് ജീവിതകാലത്തിലായിരിക്കും അവർ തരുന്നത്, ചിലപ്പം വഫാത്തിന് ശേഷമായിരിക്കും. അതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞുള്ള സംസാരങ്ങൾ സംസാരിച്ചതായും മറ്റുമൊക്കെ നേരത്തെ വഫാത്തിനൊക്കെ വളരെ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ഹാജിയാർ ഉസ്താദ് എന്ന് പറഞ്ഞ് അങ്ങ് ജീവിച്ചങ്ങ് പോയ ആളാണ്. ബുധനാഴ്ച കോളേജിൽ നിന്ന് വീട്ടിൽ പോകും. പിറ്റന്ന് രാവിലെ, ബുധനാഴ്ച വൈകുന്നേരം എപ്പോഴാണ് എത്തുന്നത് എനിക്ക് അറിയില്ലെങ്കിലും വ്യാഴാഴ്ച രാവിലെ ഇങ്ങ് ഖബറടിയിലെത്തും. ആ ബുധനാഴ്ച ഒരു ദിവസത്തെ ദുനിയാവാണ് വെമ്പായം ഉസ്താദിനുണ്ടായിരുന്നു. ആ ഒറ്റ ദിവസത്തെ ദുനിയാവ്. അത് വീട്ടിൽ എത്തുന്നത് ചിലപ്പോൾ വൈകുന്നേരം ആകാൻ സാധ്യത, എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിനിടയ്ക്ക് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തും. ഒരു ദിവസത്തെ ദുനിയാവ്. പിറ്റേന്ന് രാവിലെ അന്നത്തെ ചെറുപ്പക്കാരനായ അദ്ദേഹം ഇവിടെ ഖബറയിൽ എത്തുകയും അപ്പൊ ഹാജിയാർ ഉസ്താദ് അവിടെ ഉണ്ടാകും. സാധാരണ മുദരിസുമാരായ ഉസ്താദുമാര് അവർക്ക് വിദ്യാർത്ഥികളും മറ്റും തുണി കഴുകി കൊടുക്കുകയും തേച്ചു കൊടുക്കുകയും തുണിയെല്ലാം വൃത്തിയാക്കി എല്ലാം ചെയ്തു കൊടുക്കലാണ്. ഈ ഉസ്താദിന്റെ ഒരു പ്രത്യേകത, ഇവിടെ വന്ന് ഹാജിയാർ ഉസ്താദിന്റെ തുണിയൊക്കെ കഴുകി, ഇവിടെ കല്ലൂര് ഖബറടി ചിറയുണ്ട്, അവിടെ ഒരു ചെറിയ ചിറയുണ്ട്, വലിയ കുളം, അവിടെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി ഹാജിയാർ ഉസ്താദ് കുളിക്കാൻ ചെന്നു.
കുളിച്ച് റാഹത്താക്കി. അവൻ വെള്ളൂർ ജമാഅത്തിന്റെ, എൻ്റെ ജമാഅത്തിന്റെ ഒരുപാട് കാലം ഖത്തീബായിരുന്ന ആളാണ്. എന്തോ ഭക്ഷണങ്ങൾ എടുത്തു കൊടുക്കുകയും മറ്റുമൊക്കെ ആ ബഖിയത്തൊക്കെ കഴിച്ചതിൻ്റെ ഒരു ബർക്കത്തും ഒക്കെ ഉണ്ട്. നനത്തുണി കഴുകലോ മറ്റോ അന്ന് ഞാൻ ചെയ്തിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അങ്ങനെ വെമ്പായം ഉസ്താദ് ആജാൽ ഉസ്താദിന്റെ തികച്ചും ഖാദിമായി ജീവിച്ച ആളാണ്. അങ്ങനെ ഒന്നും പറയേണ്ട. സൂഫികളുടെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മൂപ്പര സ്നേഹം വരുന്നത് അതുവഴി കോട്ടുപ്പായിലേക്ക് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ആജാൽ ഉസ്താദ് പോകുമ്പോൾ അവിടെ എത്തുന്നു. അവിടെ ആ രാത്രി താമസിക്കുന്നു. ആ മഖബറയിൽ കിടന്നുറങ്ങുന്നു. ആജാൽ ഉസ്താദ് എന്തെല്ലാമാണോ അങ്ങനെ എല്ലാം മൂപ്പര അവിടെ കൈകാര്യം ചെയ്ത് പിറ്റേന്ന് ആജാൽ ഉസ്താദിന്റെ കൂടെ വെള്ളിയാഴ്ച അങ്ങനെ അത് നേരെ കോളേജിൽ പോകുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഒരിക്കൽ എൻ്റെ അടുത്ത് പറയും, മുഹമ്മദ് ഞാൻ ഇവിടെ കബറടിയിൽ നിന്ന് നടന്ന് കോട്ടുപ്പാടെ മക്കുപറ വരെ നടന്നത്. നല്ല റാഹത്തായിട്ട് നടന്നു പോയി. ഞാൻ പിന്നെ കോട്ടുപ്പായ സ്വപ്നം കണ്ടു. കോട്ടുപ്പായ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മൂപ്പര് അത് ജീവിച്ചിരിക്കാത്തത് കൊണ്ടല്ല, കോട്ടുപ്പായ അങ്ങനെ കാണാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതേ കണ്ടിട്ടുണ്ട്. എനിക്ക് ജീവിച്ചിരിക്കുമ്പം കണ്ടതായിട്ട് എനിക്ക് അറിയില്ല മൂപ്പര് കണ്ടതായി. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞായിട്ടാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഞാൻ രാത്രി സ്വപ്നത്തിൽ കണ്ട് നടന്നു. ഞാൻ ചെന്നതിൻ്റെ അന്നോ പിറ്റന്നോ കണ്ട്, നീ നടന്നു വന്നല്ലേ നമുക്ക് പറയും, നീ നടന്നു വന്നല്ലേ എന്ന് എൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു. ഞാനൊരു സൂഫി വര്യൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ കോട്ടുമ്പോടെ മക്കുമ്പറയിൽ നടന്നാണ് വന്നത്. ഒരു ദിവസം ഇന്ന ദിവസം നടന്നു. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ നോമ്പ് പിടിച്ചുകൊണ്ട് നടക്കാത്തത്? അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, നോമ്പ് പിടിച്ചുകൊണ്ട് നടക്കാത്ത? ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെല്ലാം ഒന്നും മറച്ചു വയ്ക്കാതെ എന്നോട് പറയുമായിരുന്നു. വേറെ ആരോടും പറയില്ലെന്നല്ല, എന്നോട് അങ്ങനെ കാണുമ്പോഴൊക്കെ അങ്ങനെ ഒരു തുറന്ന ഹൃദയക്കാരൻ. അങ്ങനെ ധാരാളം സ്വപ്നങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞ ഇങ്ങനെ കണ്ടു, അങ്ങനെ കണ്ടു. അതിൽ പ്രധാനപ്പെട്ട ഇതാണ് പറഞ്ഞ ആജാലിസ്ഥാന്റെ മക്കുംപാറ റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുത്ത് ഞാൻ അവിടെ അടക്കിയിരിക്കുന്നത് ഞാൻ കണ്ടത്. എന്തൊരു അവതരണം! അപ്പൊ ആജാൽ ഉസ്താദ് എന്തുമാത്രം ആഷിക്കായിരുന്നു എന്നാണ് ആ പറയുന്നതിന്റെ പോലുള്ളത്. അങ്ങനെ ആയിരുന്നു. അങ്ങനെ ആകെ എൻ്റെ അടുത്തൊരു തമാശ പറയും എങ്കിലും അള്ളാഹുവിന്റെ ഇൽമുകൾ ആത്മാർത്ഥമായി പറഞ്ഞു കൊടുത്ത ആ മഹൽ വ്യക്തിത്വം ധാരാളം നമുക്ക് പഠിക്കാനും പകർത്താനുമുള്ള. ചിലപ്പോ എവിടെയെങ്കിലും നിന്നിട്ട് പറയും, ഞാൻ 18 നിൽക്കുന്നു, നിങ്ങൾ ഇവിടെ പോലെ ഒന്ന് വരൂ, ഇപ്പൊ നിങ്ങൾക്ക് സമയം ഉണ്ടാവാതെ. വിളിച്ചാൽ ഞാൻ പോകും, അമ്പുകാണ്ട് ഇവിടെ ഒരു വീട് നോക്കാനുണ്ട്, വരൂ. ഞാൻ പറഞ്ഞു വരാം. ഇങ്ങനെയൊക്കെ പെട്ടെന്നുള്ള ഒരു പറച്ചിൽ, അത് ആ ഒരു സ്നേഹത്തിന്റെ ഒരു ആത്മാ വിളിച്ചാൽ അങ്ങനെ വരണമെന്നുള്ളത്. ഞാനും പിന്നെ അസൗകര്യം ഉണ്ടെങ്കിൽ പോലും ഞാൻ അവിടെ മൂപ്പര് വിളിക്കുന്നിടത്ത് എത്തിയിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട്. ചിലപ്പോൾ ഒറ്റപ്പെട്ട് നമ്മളെ വീട്ടിലും വരികയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടെ കവരടി പള്ളിയിൽ സിയാറത്തിന് വരുമ്പോൾ ചിലപ്പോൾ പെരുന്നാളിനോ എപ്പോഴെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ വന്നു കയറും. സാധാരണ ഇല്ലാത്തൊരു സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ വീട്ടിൽ കാണിക്കും. ചിലപ്പോൾ അകത്തോട്ട് കയറ്റുന്ന വീട്ടുകാരോട് സംസാരിക്കും. ഇങ്ങനെയൊക്കെ വളരെ നിസ്വാർത്ഥ ഒരു പ്രവർത്തനം. എൻ്റെ മകളുടെ കല്യാണം വന്നപ്പോൾ മൂപ്പര് ഭയങ്കര അധികം 10-15 വർഷത്തിന് മുമ്പാണ് ആഹ്ലാദിക്കുകയും, സാമ്പത്തിക പ്രശ്നമൊന്നും അന്ന് വലുതായിട്ടില്ലായിരുന്നു, ഇത്തിരി ഭൂമിയൊക്കെ വിൽക്കുകയും മറ്റും. എന്നാലും മൂപ്പര് കുറച്ച് ക്യാഷ് നോട്ടുകൾ കൊണ്ട് തന്നിട്ട് ഇത് നിങ്ങൾ മുമ്പേ വെച്ചു, ഇൻഷാ അല്ലാഹ് അത് ബർക്കത്തായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തണം. അതിന് മുമ്പൊക്കെ വന്ന് പറയും, നമുക്ക് ഇത്ര പവനിടണം എന്നൊക്കെ, റാഹത്തായിട്ട് അവിടെ കെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞു. വലിയ സന്തോഷം കൊണ്ട് ഓരോന്നോരോന്ന് എനിക്ക് ഓർമ്മിച്ച് മറക്കാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോ പലരും ശ്രദ്ധിക്കുന്ന സൂഫികൾ ശ്രദ്ധിക്കലും ഉണ്ടായിരുന്നു. നമ്മൾ ബഹുമാനപ്പെട്ട മുഹമ്മദിന് ദാരിമിയുൽ ഖാദിരി അവരുകൾ
മൂപ്പരെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഒരിക്കൽ വെള്ളൂര് ജുമാ ദിവസമാണോ അല്ലേന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല, ആലിം ഉസ്താദ് അവിടെ ഉണ്ട്. നല്ല തർബിയത്തുള്ള മുറബിയായ ഒരു ഷെയ്ഖായിരുന്നു ആലിയാസ്ഥാനം പോലെ എന്നൊക്കെ പിന്നീടാണ് മൂപ്പരെയും മനസ്സിലായത്. അങ്ങനെ വലിയ മഹാനാണെന്നറിയാം, പക്ഷെ ലാസ്റ്റ് ഘട്ടത്തിലൊക്കെ നമുക്കത് മനസ്സിലായത്. അള്ളാഹു അവരിൽ നിന്ന് കിട്ടിയ ബറക്കത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ വെമ്പായ ഉസ്താദ് ഒരിക്കൽ അവിടെ വന്നപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ദാരിമി ഉസ്താദിനെ വന്ന് കെട്ടിപ്പിടിച്ചു. കഴിഞ്ഞിട്ട് സംസാരിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ദാരിമി ഉസ്താദ് പറഞ്ഞു, ഈ തെക്കൻ കേരളത്തിലോട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ് നിങ്ങൾ. ഞാൻ ദുആ ചെയ്യണ ഉസ്താദ് എന്ന് പറഞ്ഞപ്പോൾ തെക്കൻ കേരളത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്ന മറക്കാത്ത ഒരാളാണ് നിങ്ങളെന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. പിന്നീട് എങ്ങനെ എന്നെനിക്കറിയില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മൂപ്പരുടെ കാരുണ്യം കൊണ്ട്, മൂപ്പരെ ഇൽമു കൊണ്ട് നമുക്ക് ഇന്തിഫാ നൽകുമാറാകട്ടെ. ശിഷ്യന്മാരായ നിങ്ങൾ മഹാനുഭാവനോട് അങ്ങനെ എൻ്റെ അടുത്തൊരു തമാശ പറഞ്ഞ് ഓർമ്മ എത്രയുള്ളൂ. ഒരു പുതിയ വിദ്യാർത്ഥി ഈ ഇടയ്ക്ക് വന്നു. നിങ്ങളറിഞ്ഞ മുത്താലിമായിട്ട് ഇവിടെ പാനട്ടി വെച്ചോ എവിടെ വെച്ചോ ആണ്, നേരത്തെയൊക്കെ പറഞ്ഞതാ. അപ്പം അവൻ ഫത്തുമീനൊക്കെ ഓതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഫത്തുമീനത്തിൽ വായിക്കാൻ പറഞ്ഞു. വായിച്ചപ്പം അലമ കാലഹുൽ ജുംഹൂർ എന്ന് എന്തെങ്കിലും ഒരു ഇബാറത്ത് അവിടെ വായിച്ചു. അങ്ങനെ ഒരു ഇന്റർവ്യൂ പോലെ ആണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഈ ജുംഹൂർ എന്ന് പറഞ്ഞാൽ ആരാ എന്നവനോട് ചോദിച്ചു. അത് ജുംഹൂരി ഇമാം എന്ന് പറഞ്ഞു. എന്നിട്ട് ചിരി. അപ്പൊ അവൻ പറഞ്ഞു ജുംഹൂരി ഇമാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞു. ഇത്ര തന്നെ. ആ കുട്ടി ആരെന്നും എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പൊ അങ്ങനത്തേക്ക് ഒരു പ്രകൃതിക്കാരനാണ്. അങ്ങനെ അത് നീണ്ട് വളരെ സ്നേഹത്തോടെ ഔചാരിതമായി ഒരു ദിവസം രാത്രി ഞാനങ്ങ് താമസിച്ച് കിടന്നുറങ്ങി. ഒരു 12 മണിയെങ്കിലും കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ തന്നെയാണ് ഉറങ്ങിയത്. ഒരു ഫോൺ നോക്കുമ്പോൾ വെമ്പായ ഉസ്താദാണ് വിളിക്കുന്നത്. മോമോസിലെ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്ത്? എനിക്ക് നെഞ്ചുവേദന, ബുദ്ധിമുട്ടുകളുണ്ട്, ആശുപത്രി കൊണ്ടുപോകുന്നു, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയാണ്, എനിക്ക് സൈലന്റ് അറ്റാക്ക് എന്നാണ് പറയുന്നത്, ദുആ ചെയ്യണേ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അപ്പൊ ഞാനങ്ങ് ഭയങ്കരമായി വിഷമിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ആൻജിയോപ്ലാസ്റ്റി ഒരെണ്ണം ചെയ്തു. പിന്നെ ഞാൻ ആശുപത്രിയിൽ പോയിരുന്നു. ഞാനും തങ്ങളും നമ്മളെ ബഹുമാനപ്പെട്ട ഉമർ മുസ്താനും കൂടെയാണ്. വെള്ളൂർ ഉമർ ഉസ്താദ്. മൂപ്പരിപ്പോ സുഖമില്ലാതെ കിടക്കുക. അള്ളാഹു പൂർണ്ണമായി സുഖം നൽകി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് അവശതയിലാണ്. എല്ലാവരും ദുആ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പോയി. 2 ഗുണ തങ്ങളും ഞാനും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ചെന്ന് അധികം സംസാരിച്ചു. അവിടെ ഇരുന്നു തങ്ങളെ കണ്ട് വളരെ സന്തോഷമായിട്ട് കുറച്ചൊരു നേരം സംസാരിക്കുകയും കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും ഒക്കെ ചെയ്തു. പക്ഷെ അതൊരു അവസാനത്തെ സംസാരമാണ്. ഇനി സംസാരം കേൾക്കാൻ പറ്റുകയില്ല എന്ന് തോന്നിയില്ല. സാധാരണ സംസാരിക്കുന്നത് പോലെയാണ് അങ്ങ് ഇടപെട്ടത്. എന്തോ പിന്നെ നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വലിയൊരു യുഗത്തിന്റെ ഒരുപാട് കാലം ദർശനത്തിൽ മഹാമനുഷ്യൻ. അങ്ങനെ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഹദീസാണ് ഞാൻ പറഞ്ഞത്. പ്രിയ സഹോദരന്മാരെ, മക്കളെ,
വളരെ ആത്മാർത്ഥമായി ആലിമീങ്ങളെ സ്നേഹിക്കുകയും അവർ വഫാത്തായാലും ജീവിച്ചിരുന്നപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ അദബും എല്ലാം അവരോട് കാണിക്കുകയും ഇൽമിനേക്കാൾ വലുതാണ് അദബെന്ന് മനസ്സിലാക്കുകയും മഹാനുഭാവനെ സിയാറത്ത് ചെയ്യാൻ എനിക്ക് കൂടുതൽ പറ്റുന്നില്ല, അങ്ങനെ മൂപ്പർ അങ്ങോട്ടായതുകൊണ്ട് വേഗം പോകാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ചും കോവിഡ് വന്നതിന് ശേഷം പിന്നെ ഒട്ടും പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ കഴിയുന്നത്ര പോയി മൂപ്പരെ പിതാവിനേക്കാൾ ഉപരിയായി സ്നേഹിച്ച് എല്ലാവരും സിയാറത്ത് ചെയ്യുകയും എന്നും മഹാനുഭാവന് വേണ്ടി ഫാത്തിഹയെങ്കിലും ഓതുകയും. മൂപ്പര് തന്നെ പറയും, ഞാനേ ഇത്ര ഫാത്തിഹ ഓതും, കോട്ടുമല ഉസ്താദിന് ഇത്ര ഫാത്തിഹ, ഇന്ന ഉസ്താദിന് ഇത്ര ഫാത്തിഹ, ഇന്നതുപോലെ ഇത്ര ഫാത്തിഹ, ഇങ്ങനെ എൻ്റെ അടുത്ത് ചിലപ്പോൾ പറയും. എന്നെ കൊണ്ടൊന്നും അതൊന്നും പറ്റുന്നില്ല. അള്ളാഹു സച്ചരിതരായി ജീവിക്കാൻ, സത്സാലിഹീങ്ങളെ സ്നേഹിക്കാൻ, ആലിമീങ്ങളെ സ്നേഹിക്കാൻ, കാമിലായ ഈമാനോടെ ജീവിക്കാൻ, കാമിലായ ഈമാനോടെ മരിക്കാൻ, ഹിസാബില്ലാത്ത സ്വർഗം അവർക്കും നമുക്കും ലഭിക്കാൻ അള്ളാഹു തുണയ്ക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.